ഞങ്ങൾ ജനറൽ അവയർനെസ് എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. വിവിധ മേഖലകളിലുള്ള അറിവ് പകർന്നു നൽകുക എന്നാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ. ഈ ചാനൽ അറിവ് നേടാൻ വേണ്ടി മാത്രമാണ്. ഇത് കണ്ടിട്ട് ആരും സ്വയം ചികിത്സിക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആൻസി രാജൻ, എറണാകുളം ലൂത് ഹോസ്പിറ്റലിൽ അനസ്തീഷ്യോളജി വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നു. നല്ലൊരു ശതമാനം ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ തോന്നുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുള്ള ആരോഗ്യ മേഖലയിലെ ഒരു വിഭാഗമാണ് അനസ്തീഷ്യോളജി അഥവാ മയക്ക് വിഭാഗം. എന്താണ് അനസ്തീഷ്യ? ഏതൊക്കെ പ്രക്രിയകളിലൂടെയാണ് അനസ്തീഷ്യ നൽകുന്നത്? ഏതൊക്കെ രീതികളിലുള്ള അനസ്തീഷ്യ ഉണ്ട്? എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മോടൊപ്പമുള്ളത് ലൂത് ഹോസ്പിറ്റലിലെ അനസ്തീഷ്യോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവിയായിരിക്കുന്ന ഡോക്ടർ ശോഭ ഫിലിപ്പാണ്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, എന്താണ് അനസ്തീഷ്യ? സംവേദനശേഷി താൽക്കാലികമായി ഇല്ലാതാക്കുന്ന അവസ്ഥയ്ക്കാണ് അനസ്തീഷ്യ എന്ന് പറയുന്നത്. എന്താണ് അനസ്തീഷ്യയുടെ ആവശ്യകത? പല രോഗങ്ങൾക്കും ശസ്ത്രക്രിയ അനിവാര്യമാണ്. ഇതിനുവേണ്ടി രോഗിയുടെ ഭയവും ആകുലതകളും ഒക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി അനസ്തീഷ്യ ആവശ്യമാണ്. രോഗിയെ ഗാഢനിദ്രയിലാക്കേണ്ടി വരും. ശരീരഭാഗം മരവിപ്പിച്ച് വേദനരഹിതമാക്കേണ്ടി വരും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയെ പൂർവികത സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും വേണ്ടി വരും. ഇതിന് അനസ്തീഷ്യ ആവശ്യമാണ്. മാഡം, വിവിധ തരത്തിലുള്ള അനസ്തീഷ്യകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ശസ്ത്രക്രിയയുടെ പ്രത്യേകതകൾ അനുസരിച്ച് പലതരം അനസ്തീഷ്യ ഉണ്ട്. ആദ്യമായിട്ട് ജനറൽ അനസ്തീഷ്യ എന്ന് വെച്ചാൽ പൂർണ്ണ അബോധാവസ്ഥ. ഇത് രോഗിയുടെ രക്തക്കൊഴലുകൾ വഴി ചില മരുന്നുകൾ നൽകി ശ്വസിക്കാനുള്ള വാതകങ്ങളും നൽകി രോഗിയെ പൂർണ്ണമായിട്ടും മയക്കിക്കിടത്തുന്ന അവസ്ഥയ്ക്കാണ് ജനറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ശസ്ത്രക്രിയയുടെ തീരുന്നത് വരെ രോഗി അബോധാവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് രോഗിക്ക് വെന്റിലേറ്റർ എന്ന മെഷീൻ ഉപയോഗിച്ച് ആനസ്തെറ്റിസ്റ്റ് കൃത്രിമ ശ്വാസം നൽകുന്നു. ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും പല അവയവങ്ങളുടെ പ്രവർത്തനവും ഓക്സിജൻ്റെ അളവും ഒക്കെ ആനസ്തെറ്റിസ്റ്റ് നിരീക്ഷിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് രോഗിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. കീഹോൾ സർജറി, തലച്ചോറിൻ്റെ മുഖം, കഴുത്ത്, നെഞ്ച്, വയറ്, നട്ടൽ, ഈ വിഭാഗങ്ങളിലുള്ള എല്ലാ സർജറികൾക്കും ജനറൽ അനസ്തീഷ്യ ആവശ്യമാണ്. രണ്ടാമത്തെ തരമാണ് റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിലെ പല ഭാഗങ്ങളിലും പോകുന്ന ഞരമ്പുകൾ മാത്രം മരവിപ്പിച്ച് രോഗിയെ വേദനരഹിതമാക്കുന്ന രീതിക്കാണ് റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഇതിൽ രോഗിക്ക് പൂർണ്ണ ബോധം നഷ്ടപ്പെടുന്നില്ല. മയങ്ങുവാനുള്ള ചില മരുന്നുകൾ മാത്രം കൊടുത്ത് രോഗിയുടെ സഹകരണം നമ്മൾ നേടിയെടുക്കുന്നു. ഇത് 3 തരത്തിലുണ്ട്: സ്പൈനൽ അനസ്തീഷ്യ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, നെർവ് ബ്ലോക്ക്. ആദ്യമായിട്ട് സ്പൈനൽ അനസ്തീഷ്യയെ പറ്റി പറയാം. നട്ടലിനകത്ത് നമുക്കൊരു ദ്രാവകമുണ്ട്, സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ആ ഫ്ലൂയിഡിനകത്തോട്ട് സൂചി വഴി ലോക്കൽ അനസ്തെറ്റിക് എന്ന മരുന്ന് നൽകി ശരീരഭാഗം മരവിപ്പിച്ച് വേദനരഹിതമാക്കുന്ന രീതിക്കാണ് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാണുന്ന സിസേറിയൻ, ഹെർണിയ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ ഓപ്പറേഷൻ, കാലുകളുടെ ഓപ്പറേഷൻ, ഇതിനൊക്കെ സ്പൈനൽ അനസ്തീഷ്യ ഉപയോഗപ്പെടും. രണ്ടാമത്തെ രീതിയാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. ഇത് സ്പൈനൽ അനസ്തീഷ്യയായിട്ട് സാമ്യമുണ്ട്. പക്ഷേ സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പുറത്തൊരു സ്പേസ് ഉണ്ട്, എപ്പിഡ്യൂറൽ സ്പേസ്. ആ സ്പേസിനകത്തോട്ട് ഒരു എപ്പിഡ്യൂറൽ കത്തീറ്റർ എന്ന ട്യൂബ് വെച്ചിട്ട് അതിനകത്തൂടെ മരുന്നുകൾ നൽകി ശരീരഭാഗം മരവിപ്പിച്ച് വേദനരഹിതമാക്കുന്ന രീതിക്കാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ചില സർജറികളൊക്കെ ഒത്തിരി നീണ്ടു നിൽക്കും. ആ സമയത്ത് ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ കൂടാതെ നമുക്ക് രോഗിക്ക് വേദനരഹിതമാക്കാൻ വേണ്ടിയും ഓപ്പറേഷന് ശേഷവും രോഗിക്ക് വേദന കുറവ് നൽകാൻ വേണ്ടിയും നമ്മൾ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ഉപയോഗപ്പെടുത്തും. പ്രസവ വേദന കുറയ്ക്കാൻ വേണ്ടിയും എപ്പിഡ്യൂറൽ അനസ്തീഷ്യ വളരെ സഹായകരമായി തീരും. മൂന്നാമത്തെ രീതിയാണ് നെർവ് ബ്ലോക്ക്. അതായത് കൈകാലുകൾക്കുള്ള സർജറികൾക്ക് അതിലോട്ട് പോകുന്ന ഞരമ്പുകൾ മാത്രം ഒരു അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് കണ്ട് അതിൻ്റെ ചുറ്റിനും ലോക്കൽ ആനസ്തെറ്റിക് എന്ന മരുന്ന് കൊടുത്ത്
ആ ഭാഗം മാത്രം മരവിപ്പിച്ച് വേദനാരഹിതമാക്കുന്ന രീതിക്കാണ് നെർവ് ബ്ലോക്ക് എന്ന് പറയുന്നത്. മൂന്നാം തരം അനസ്തീഷ്യയാണ് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ. അതായത് കാത്ത് ലാബ്, MRI ഈ സ്ഥലങ്ങളിലും ആനസ്തെറ്റിസ്റ്റിൻ്റെ സഹായം പലപ്പോഴും വേണ്ടി വരുന്നുണ്ട്. അതായത് രോഗിയുടെ ഭയം മാറ്റാൻ, അവരുടെ വേദന കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവരുടെ സഹകരണം ലഭിക്കാൻ വേണ്ടി ചെറിയ തോതിലുള്ള വേദന സംഹാരികളോ മയങ്ങുന്ന മരുന്നുകളോ ആനസ്തെറ്റിസ്റ്റിൻ്റെ നിരീക്ഷണത്തിൽ കൊടുക്കുന്നു. ചിലപ്പോൾ അത് ജനറൽ അനസ്തീഷ്യയായി മാറ്റേണ്ടി വരും. മാഡം, എന്താണ് ഈ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ്? അതായത് രോഗിയുടെ പ്രായമനുസരിച്ചും ശാരീരിക അവസ്ഥയും ശസ്ത്രക്രിയയുടെ പ്രത്യേകതകളും കണക്കിലാക്കി ഏത് തരത്തിലുള്ള അനസ്തീഷ്യയാണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി സർജറിക്ക് മുമ്പ് നടത്തുന്ന ചെക്കപ്പിനാണ് പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് എന്ന് പറയുന്നത്. പ്രീ അനസ്തെറ്റിക് ചെക്കപ്പിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ? പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ഒരു രോഗിയെ OPയിൽ കാണുന്ന പോലെ തന്നെ ആനസ്തെറ്റിസ്റ്റ് രോഗിയെ വിശദമായിട്ട് പരിശോധിക്കുന്നു. എന്നിട്ട് ഏറ്റവും ആ രോഗിക്ക് വേണ്ടിയും ആ ഓപ്പറേഷന് വേണ്ടിയും ഏറ്റവും അനുയോജ്യമായ ഒരു അനസ്തെറ്റിക് ടെക്നീക്ക് രേഖപ്പെടുത്തുന്നു. ഇതിനാണ് പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് എന്ന് പറയുന്നത്. ഈ സമയത്ത് രോഗി ഡോക്ടറോട് പല കാര്യങ്ങളും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. അതായത് രോഗി മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുക വലിക്കുന്ന ശീലം ഉണ്ടെങ്കിലോ അതൊക്കെ ഡോക്ടറോട് പറയണം. രണ്ടാമത്, ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോ ഏതെങ്കിലും ആഹാര സാധനങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി രോഗി പറയേണ്ടതാണ്. പിന്നെ പറയാനുള്ളത്, രോഗി വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് രക്തം കട്ടി പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടറോട് പറയണം. പിന്നെയുള്ളത്, ഇതിനു മുമ്പ് രോഗി വേറെ ഏതെങ്കിലും അസുഖത്തിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടോ, ആ സമയത്ത് ശസ്ത്രക്രിയയ്ക്ക് ശേഷമോ അനസ്തീഷ്യ കൊടുത്ത സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് രോഗിയോട് അപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വല്ലതും രോഗിക്ക് അറിയാമെങ്കിലോ അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ രോഗി കയ്യിൽ അത് കരുതണം. ഇപ്പം ഒത്തിരി രോഗങ്ങളുണ്ടല്ലോ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹാർട്ടിൻ്റെ അസുഖം, ലിവർ, കിഡ്നി അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, അലർജി, ആസ്മ, അപസ്മാരം, മനോരോഗം, പല പല അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങളെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ആനസ്തെറ്റിസ്റ്റ് വിശദമായിട്ട് അന്വേഷിക്കും. എത്രമാത്രം അസുഖം രോഗിയെ ബാധിച്ചിട്ടുണ്ടെന്നും ആനസ്തെറ്റിസ്റ്റ് വിലയിരുത്തും. പല പല ടെസ്റ്റുകളുണ്ട്, ബ്ലഡ് ടെസ്റ്റ്, ECG, എക്സ്റേ, എക്കോ, ഇതെല്ലാം ആനസ്തെറ്റിസ്റ്റ് വിലയിരുത്തും. എന്നിട്ട് ആനസ്തെറ്റിസ്റ്റ് പൂർണ്ണമായിട്ടും രോഗിയെ പരിശോധിക്കും. രോഗിയുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും പ്രവർത്തനം എത്രമാത്രം ഉണ്ടെന്ന് ആനസ്തെറ്റിസ്റ്റ് വിലയിരുത്തും. ജനറൽ അനസ്തീഷ്യ കൊടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ വായിക്കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ടാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. ആ സമയത്ത് രോഗിയുടെ ശരീരഘടന മൂലം ഇതിനെന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ലേന്ന് നമ്മൾ ഞങ്ങളുടെ ഭാഷയിൽ പറയും ഡിഫിക്കൽട്ട് എയർവേ അസസ്മെൻറ്റ്. അങ്ങനെ എന്തെങ്കിലും ആ രോഗിക്കുണ്ടെങ്കിൽ അത് ആനസ്തെറ്റിസ്റ്റ് നോട്ട് ചെയ്ത് അത് രേഖപ്പെടുത്തും. എന്നിട്ട് രോഗിയോട് ഓപ്പറേഷന് എത്ര മണിക്കൂർ മുമ്പേ കട്ടിയുള്ള ആഹാരം കഴിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടർ രോഗിയോട് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ മരുന്നുകൾ അന്ന് രാവിലെ കഴിക്കാം, ഏതൊക്കെ മരുന്നുകൾ കഴിക്കാൻ പാടില്ല, ഇതും ഡോക്ടർ രോഗിയോടെല്ലാം പറഞ്ഞു കൊടുക്കും. അനസ്തീഷ്യ കൊടുക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഓപ്പറേഷന് ശേഷം ICU വാസമോ വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വേണ്ടി വന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ രോഗിയോടും രോഗിയുടെ ബന്ധുവിനോടും ഡോക്ടർ വിശദീകരമായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് സമ്മതപത്രവും നേടുന്നു. ഈ കാര്യങ്ങളെ എല്ലാം ആസ്പദമാക്കി ആനസ്തെറ്റിസ്റ്റ് ഒരു അനസ്തീഷ്യ പ്ലാൻ തയ്യാറാക്കുന്നു. ഇതാണ് പ്രീ അനസ്തീഷ്യ ചെക്കപ്പിൻ്റെ പ്രാധാന്യം. ഇന്നത്തെ ഈ ചർച്ചയിൽ അനസ്തീഷ്യയെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നമ്മോട് പങ്കുവച്ചതിന് മാഡത്തിന് നന്ദി പറയുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.